നമസ്കാരം. കേരളത്തിന് ഇന്ന് ഏറ്റവും അധികം മനസ്സ് വേദനിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ആശങ്കയിൽ ആഴ്ത്തുന്നതുമായ ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ പൊട്ടുമോ അതോ ഇല്ലയോ? ഇത് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ മഴക്കാലത്തും ഓരോ മലയാളിയുടെയും, അതിപ്പോ ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന ആളാണെങ്കിലും പ്രവാസിയാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം തന്നെയാണത്. കാരണം കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂർ, കേരളത്തിന്റെ ഒരു 4 5 വരുന്ന ജില്ലകൾ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ് ആ ഒരു ഡാം. അപ്പൊ റസിയ, ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത്രയും കാലം കൊണ്ട് കേട്ട ന്യൂസുകൾ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചിത്രം വെച്ചിട്ട് മനസ്സിലാന്ന് പറയാം? ശരിക്കും പറയാച്ചാല് മറ്റൊരു ഹിരോഷിമയെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും, അല്ലെ? ഒരു ജലബോംബിനെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഓരോ ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ട്, അല്ലെ? അത് ഒരു 2 നില വീടിനെ തകർക്കാൻ കഴിയുന്ന അത്ര പവറുള്ള ഒരു ഐറ്റം ആണ്. അതുപോലെ ഈ ഒരു കേരളത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വലിയ ജലസംഭരണ ബോംബിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോ എല്ലാ വർഷങ്ങളിലും ഈ ഒരു മഴക്കാലം വന്നാൽ എല്ലാ വർഷങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി വിഷമത്തിലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാഠിന്യം കൂടുതലാണ്. അതെ അതെ, വയനാട് ഇപ്പൊ ഈ ഒരു വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള മുണ്ടക്കൈയിലെ ഒരു ദുരന്തം കാരണം കുറച്ചും കൂടി കൂടുതലാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. നമ്മുടെ വേവലാതികൾ കൂടുതലാണ്. ഇനിയിപ്പോ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ പ്രവാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആളായിക്കോട്ടെ, ചില ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്നു, ഏകദേശം ഒരു 3 4 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലയും സേഫ് ആണെന്ന് പറയുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അശ്വതി, ആ ഒരു ജലസംഭരണിയിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടാൽ ഉള്ള ആ ഒരു ജലപ്രവാഹത്തിന് അതിന് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് ഇതുവരെ കഴിയില്ല, അല്ലെ? ജലം മാത്രമല്ല വരിക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം കേരളത്തിന് ആകെ ഒരു ഈ ഒരു പ്രശ്നത്തിനെ മുൻകണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമീപിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് പറയുകയുണ്ടായി, ആ ഒരു സമയങ്ങളില് ചളി ഇത്രയും കാലം സംഭരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചളി അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരുപാട് ടണലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം വലിയ വലിയ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ പാറകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ഒരു ഡാം തന്നെ കരിങ്കല്ല് കൊണ്ടാണ്. അപ്പൊ കരിങ്കല്ലുകൾ ഫുള്ളായിട്ട് വരും. അപ്പൊ ഇനി ഇത് മാത്രമല്ല, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുല്ലപ്പെരിയാർ പൊട്ടിയതിന് ശേഷം അത് ഇതിനേക്കാളും വലിയ ജലസംഭരണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പൊട്ടി, മുല്ലപ്പെരിയാർ പൊട്ടി ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആ ഒരു ജലം കൂടി കൂടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന മരമാണെങ്കിലും ശരി, വലിയ വലിയ പുറത്തുള്ള കല്ലുകളാണെങ്കിലും ശരി, വീടുകളാണെങ്കിലും ശരി, എല്ലാം ഇങ്ങനെ ഒഴുകി ഭയങ്കരമായിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്പുറമുള്ള ഫോഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അശ്വതി പറഞ്ഞു കൊടുക്കൂ. എന്നാണിത് തുടങ്ങിയത്? എങ്ങനെയാണ് ഇതിലേക്ക്? ഇതെന്ന് പറഞ്ഞാല് 64 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പണിതിട്ടുള്ള 850 മീറ്റർ ഉയരമുള്ള ഒരു ഡാമാണ്. ഈ ഡാം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ സിമന്റോ സംഭവങ്ങളൊന്നുമില്ല. കാരണം 1895 ഈ ഒരു ഡാം നിർമ്മിക്കുന്നത്. അതും ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറിൻ രാജാവിന്റെ കയ്യിൽ നിന്നും നേരിട്ട് ആ ഒരു കരാർ ഒപ്പിട്ട് മേടിച്ചുകൊണ്ടാണ്. അതും 999 ഇയേഴ്സ്, അതായത് 999 വർഷത്തേക്ക് കരാറാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാം നിർമ്മിക്കുന്നത്. ഒരുപാട് വർക്കേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷിന്റെ ലേബേഴ്സ് ഉണ്ടായിരുന്നു. അവരും ഈ ഒരു തിരുവിതാംകൂറും തമിഴ്നാടും ചേർന്നിട്ടുള്ള ഒരു നിർമ്മാണമായിരുന്നു അതിൻ്റെത്. അപ്പൊ ഇത്രയും വർഷം, ഒരു ഡാമിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 50 കൂടിപ്പോയാൽ 60 വർഷമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഡാമിന് 999 ഇയേഴ്സിന്റെ ഒരു കരാർ വയ്ക്കുന്നത്. അത് തന്നെ ശുദ്ധ മണ്ടത്തരാണ്. തീർച്ചയായിട്ടും അത് അന്ന് അവർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു സാധ്യത അത്രയും വർഷങ്ങൾക്ക് ശേഷം 1895 ശേഷം 1970 കേരളത്തിന് ഒരു അവസരം കിട്ടുന്നത് ഈ ഒരു കരാർ പുതുക്കാൻ വേണ്ടിയിട്ട്. അതും ഒരുപാട് ചർച്ചകള്, എന്താ പറയാ, ഡിസ്കഷൻസ്, വാഗ്വാദങ്ങൾ, സംവാദങ്ങള്, സുപ്രീം കോടതി വരെ പോയിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നത്
അച്യുതമേനോനാണ്. അന്നത്തെ ആ ഒരു ബ്രിട്ടീഷ് കരാറുകളെല്ലാം ലംഘിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത് മാത്രം ഇങ്ങനെ ലംഘിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ടാവുക? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ എല്ലാ കരാറുകളും നമ്മളിപ്പോ എന്താ പറയാ ഒട്ടും വിലയില്ലാത്ത അല്ലെങ്കിൽ നീക്കം ചെയ്ത നിലയിലാണ്. പക്ഷെ ഈ ഒരു കരാറ് ഈ മാത്രം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ അഭിപ്രായം മൂലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം നാം അടക്കമുള്ള മലയാളികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറ് പിന്നീട് പുതുക്കി നൽകിയത്. അതിനെതിരെ നമ്മൾ ഇപ്പോഴും നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏകദേശം 129 വർഷങ്ങളോളം പഴക്കമുണ്ട്. അപ്പൊ ഇത്രയും വർഷങ്ങളോളം ഒരു ഡാമിനെ സത്യം പറയാമെങ്കിൽ നമ്മുടെ ഈ ഒരു കാലത്താണ് ആ ഒരു ഡാം പണിതതെങ്കിൽ ഒരിക്കലും ഇത്രയും കാലം നിലനിൽക്കേണ്ടാവില്ല. അത് ഉറപ്പായ കാര്യമാണ്. തീർച്ചയായിട്ടും. അതെ അതെ. പിന്നെ അഡ്വക്കേറ്റ്, നമ്മൾക്ക് അവരെ എന്താ പറയാ ഒരുപാട് നമ്മളെ ഏവരും അഭിമാനപൂർവ്വം അല്ലെങ്കിൽ നന്ദിയോടെ ഓർക്കേണ്ട ഒരാളാണ്. ഒരു രൂപം എന്ന് പറയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കൈത്താങ് എന്നൊക്കെ പറയാവുന്ന അദ്ദേഹം പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഈ നമ്മുടെ അച്യുതമേനോൻ മുഖ്യമന്ത്രി ഒപ്പിട്ട ആ ഒരു കരാറ്, അതെ, അതില് മുൻപ് ഉണ്ടായിരുന്നേക്കാളും അധികം സാധ്യതകൾ, അതായത് ആനുകൂല്യങ്ങൾ തമിഴ്നാട് സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് അത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളികളെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെയാണ് ആ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്. കാരണം അന്നേ വരെ കറണ്ടിന്റെ ആ ഒരു സംഭവം അവർക്ക് ഇല്ലായിരുന്നു. കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ എനിക്കിപ്പോ ഇത്ര വയസ്സിൽ നിങ്ങൾ എന്റെ വയസ്സുള്ള ആരെങ്കിലും മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചിട്ടുണ്ടോ? നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ പല ഡാമുകളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് പോകാനുള്ള അനുമതിയുണ്ട്. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നമ്മൾ മലയാളികൾക്ക് കാണാൻ കഴിയാത്തത്? അവർ പറയുന്നു സുരക്ഷിതരാണെന്ന്. ബട്ട് എന്തുകൊണ്ട്, എന്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഞങ്ങളുടെ ആശങ്ക അകറ്റാനായിട്ടെങ്കിലും അതൊന്ന് കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അവിടെ നിന്നൊരു വിഷ്വലോ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ പുറത്തു വന്നത് കാലങ്ങളായി ഒരുപാട് വർഷങ്ങളായി അതിനുശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു സംരക്ഷണം, അതിനോട് അനുബന്ധിച്ചുള്ള ബേബി ഡാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബേബി, അതിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണെന്നാണ് കേൾക്കുന്നത്. മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഡാം, സ്പിൽവേ, ബേബി ഡാം, അങ്ങനെ മൂന്നായിട്ടാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു എർത്ത് ഡാം ഏരിയ ഉണ്ട്. അപ്പോ ഈ ബേബി ഡാമില് ഇന്ന് വരെ ഒരു തരത്തിലും ഒരു എന്താ പറയാ ഒരു പുതുക്കി പണിയലോ അല്ലെങ്കിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു 4-5 വട്ടമായിട്ട് എന്തെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണിയും നടന്നിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി തന്നെയാണ്. അതും എന്താണ് സിമെന്റ് വെച്ച് അടയ്ക്കുക, ചുണ്ണാമ്പ് തേക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. പല പല വിളകൾ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആകെ ആക്സസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് ആകെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ഈ നമുക്ക് ഗൂഗിൾ മാപ്പിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏതൊരു സ്ഥലമാണെങ്കിലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ. ആ ഒരു സംഭവം വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റൂ. അതിലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതിലാണ് ഇപ്പൊ ആ ഒരു വളവ് നമുക്ക് കൂടുതൽ ആശങ്കാജനകമായിട്ട് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അത് ഈ ഒരു ടൈമിലായത് കൊണ്ടാണ് നമുക്ക് അല്ലെ ഇത്രയും പ്രശ്നങ്ങൾ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ വയനാടൻ മക്കളെ നമ്മൾ ആരും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. പണ്ട് കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് ഡാം പൊട്ടി തകർന്നതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്താന്ന് വെച്ചാല്, അശ്വതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഡാം തകർന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു 1000 പേരുണ്ടെങ്കിൽ 1000-ൽ ഒരു 30 പേരാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ അവരൊക്കെ വെള്ളവും അതുപോലെ തന്നെ വായുവും ഒക്കെ മലിനമായിട്ട് ഉണ്ടാകുന്ന പല ടൈപ്പ് ഓഫ് അസുഖങ്ങൾ വന്നിട്ട് അതിദാരുണമായിട്ട് മരണപ്പെടുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലത് ഡാം പൊട്ടി മരിക്കുകയായിരുന്നു. കാരണം മിനിറ്റുകൾ നേരം കൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഒരിക്കലും അതിനെ ഏറ്റെടുക്കാൻ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനവാസ പ്രദേശത്തേക്ക്, അതായത് എറണാകുളം പോലെയുള്ള തൃശ്ശൂർ പോലെയുള്ള സിറ്റികളിലേക്ക് അത് കയറാണ്. എറണാകുളത്ത് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, ഫാക്ടറികളുണ്ട്. അതെ തീർച്ചയായിട്ടും. ക്രൂഡ് ഓയിൽ, അതേപോലെ തന്നെ കെമിക്കൽ ഫാക്ടറികൾ, ഫാക്ട് ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് നമുക്കറിയാം. അതോടൊപ്പം നേവി ബേസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം ബ്രഹ്മപുരം പോലെയുള്ള
വലിയ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ കൂമ്പാരങ്ങളുണ്ട്. ഈ മാലിന്യത്തിനെ സംസ്കരിക്കുന്ന ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇതെല്ലാം വഹിക്കുന്നെന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കാൻ കഴിയുന്നതിലും അപ്പുറം കെമിക്കൽസും ഇത് മാത്രം മതി ഒരു സ്ഫോടനത്തിന്. ഇതെല്ലാം കൂടി ഈ നാല് അഞ്ച് ജില്ലകളും ഈ വരുന്ന എല്ലാ മാലിന്യങ്ങളും ഈ വരുന്ന കൂമ്പാരങ്ങളും എല്ലാം കൂടി പോകുന്നത് കടലിലേക്കാണ്. തീർച്ചയായിട്ടും അറബിക്കടലിന് ഇതിനെ താങ്ങാനുള്ള ശേഷി ഇല്ല. അത് ഇതിനെ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്നാണ് പറയാ. അതായത് ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്ന പോലത്തെ ഒരു പ്രഷർ. ഇത്രയധികം ഒരു ഈ വരുന്ന അത്രയും മാലിന്യം പറയുമ്പോൾ നമ്മള് ജഡം വരെ ഉണ്ടാവും. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളവും അതുപോലെ തന്നെ ഇടുക്കി ഡാമിലെ വെള്ളവും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള 14 ഡാമുണ്ട്. എല്ലാം നിരന്നില്ല, പക്ഷെ വിട്ടുവിട്ടാണെങ്കിൽ കൂടിയും ആ ഒരു ജലം പൊട്ടി ഒഴുകുന്ന ആ ഒരു സ്ഥലത്തുള്ള ഫുള്ള് എന്താണോ അതെല്ലാം വലിച്ചെടുത്തിട്ടാണ് നമ്മൾ കടലിലോട്ട്, ഈ പറഞ്ഞ ഞാനും എല്ലാവരും കടലിലോട്ട് പോവാനിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ അതെല്ലാം തിരിച്ച് റിട്ടേൺ വരുമ്പോ നമുക്ക് അതിലും വലിയ പ്രകൃതി ഒന്നും നമ്മൾ പറയാറില്ല, കടലിനോട് നമ്മള് ഒരു കല്ലെടുത്തിട്ടാലോ ഒരു ബോട്ടിലിട്ടാലോ പോലെ തിരിച്ചു വരും. തീർച്ചയായിട്ടും അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ഒന്നാണ് പ്രകൃതി. അപ്പൊ നമ്മൾ ഇത്രയധികം ഒരു ശക്തിയിൽ വരുന്ന ആ ഒരു പ്രഷറിനെ താങ്ങാൻ പറ്റാതെ ഉറപ്പായിട്ടും കടലിൽ തിരിച്ചടിക്കും. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ മധ്യ കേരളം ഒന്നും ഉണ്ടാവില്ല, മൊത്തം കേരളത്തെ കൊണ്ടുപോകും. കേരളം കഴിഞ്ഞ് തമിഴ്നാട് അങ്ങോട്ട് എത്തും. അല്ല, ശ്രീലങ്കയിലെ ആളുകളുടെ അവസ്ഥ എന്താ, അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ നമ്മളൊരു ബോട്ടിൽ വെള്ളം ഒഴിച്ചാൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചാൽ അത് മുകളിലിരിക്കും. അതുപോലെ ഈ ഇക്കണ്ട ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം കൂടി കത്തിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൈനിക ആ ഒരു ഭാഗങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെ ഏത് നിമിഷവും ആക്രമിക്കാനായിട്ടിരിക്കുന്ന മറ്റു രാജ്യക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ആർക്ക് വേണമെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇന്ത്യ മുഴുവൻ നമ്മളെ നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും മറ്റു രാജ്യങ്ങൾക്ക് നമ്മളെ ആക്രമിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നേവി ബേസിൽ അല്ലെങ്കിൽ അവിടെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ വെപ്പൺസ് എല്ലാം ഉണ്ട്, അതെല്ലാം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അതിനെല്ലാം തീർന്നു. കാറ്റ് എന്ന് പറഞ്ഞ സാധനം അതിനെ ജില്ലയും സംസ്ഥാനമൊന്നും ഇല്ല. അത് ഈ പറഞ്ഞ തമിഴ്നാട്ടിനെയാണെങ്കിൽ കർണാടകയിൽ ഒരുപോലെ ബാധിക്കും. അതിൽ ഈ കണ്ട കെമിക്കൽസ് മുഴുവനും ഉണ്ടാവും. ആ കാറ്റ് ശ്വസിക്കുന്ന ഏതൊരു കുഞ്ഞും കുഴഞ്ഞു വീഴും. ആർക്കും എന്തും സംഭവിക്കും. കാറ്റിനിപ്പോ കർണാടകന്നോ തമിഴ്നാടെന്നോ ഒന്നുമില്ല. തീർച്ചയായിട്ടും അതിൽ കലരുന്ന കെമിക്കലുകൾ എന്ത് തന്നെയാണെങ്കിലും അത് ഏത് സംസ്ഥാനത്തേക്കും ഏത് ദിശയിലേക്കും വരാം. ലക്ഷദ്വീപിലേക്കാണെങ്കിലും ശ്രീലങ്കയിലേക്ക് ആണെങ്കിലും തമിഴ്നാട്ടിലേക്കാണെങ്കിലും ഏത് സ്ഥലത്തേക്കും പോവാം. നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ വീട്ടിലെ മൃഗങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അങ്ങനെ വലിയൊരു ദുരന്തം നമുക്ക് മുൻപിലുണ്ട്. എല്ലാം കൊണ്ടും നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ തച്ചുടക്കാൻ ശേഷിയുള്ള ഒരു വലിയ ബോംബിനെയാണ് നമ്മളിപ്പൊ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറയാം. കാലങ്ങളായിട്ട് എല്ലാ വർഷവും ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആശങ്ക തന്നെയാണ്. ഇപ്പൊ 2018 ശേഷമാണ് നമ്മൾ കുറച്ചും കൂടി ആശങ്ക കൂടിയത് അല്ലെ. കാരണം നമ്മളെ ചതിക്കും വെള്ളം എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് 2018. നമുക്കെല്ലാം പ്രളയം എന്ന് പറയുമ്പോ അത് 1924 പ്രളയമാണ്. അതെ, നമ്മളത് കണ്ടിട്ടില്ല. കണക്കുകളിലും അല്ലെങ്കിൽ പത്രങ്ങളിലും മാത്രമേ നമുക്കത് അറിയുള്ളൂ. നമ്മളതിനെ ശരിക്കും തൊട്ടറിഞ്ഞത് 2018 അതെ അതെ അതെ. പക്ഷെ 2018 പ്രളയം അത്രയും ഇല്ലാന്നാണ് കാരണവന്മാര് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ആ കണ്ടതും ഒന്നും ആയിരിക്കില്ല ഈ ഒരു മുല്ലപ്പെരിയാർ പൊട്ടി വരുന്നതും അതിന്റെ പ്രത്യാഘാതമായിട്ടുണ്ടാകുന്ന സുനാമി. തീർച്ചയായിട്ടും അത് എത്ര വലിയ ബിൽഡിങ്ങുകളെ 7 നില ബിൽഡിങ്ങുകളെ വരെ കടന്ന് പോവാൻ, അത്രയും ഉയരത്തിൽ പോകാൻ കഴിയുന്ന അത്രയും വലിയ സുനാമിയാണ് തിരിച്ചിങ്ങോട്ട് നമ്മൾക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിന്റെ ആ ഒരു സാറ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് ഭീഷണികൾ ഉണ്ടാവും. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ആ ഒരു അന്നത്തെ കാലത്തെ അക്കൗണ്ട്സ് പരിശോധിക്കൂ, വർഷാവർഷം കിട്ടുന്ന അവരുടെ ബോണസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിതൊന്ന് എന്താ പറയാ, അങ്ങനെ മൊത്തം അങ്ങ് തമിഴ്നാട്ടിന് ഇട്ട് കൊടുക്കാണ്ട്
നമ്മളുടെ സ്വന്തം മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു നിയമം ഇതിനെതിരെ ഉണ്ടാക്കിക്കൂടെ? വർഷാവർഷം കേരളം സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാടും വാദിക്കുന്നുണ്ട്. തമിഴ്നാട് പറയുന്നത് അവരവരുടെ കുടിവെള്ളം, തമിഴ്നാടിന് ഒരു വർഷത്തിൽ 2 മാസമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ഏറ്റവും അത്യാവശ്യം വരുന്നത്. നമുക്കറിയാം, വേനലില് ഏപ്രിൽ മെയ് കാലഘട്ടത്തില്. അപ്പൊ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയം, ഒരു 60 ദിവസം വരുന്ന ആ ഒരു സമയത്ത് അവർക്ക് വെള്ളം എത്തിക്കാൻ വേറൊരു ഓൾട്ടർനേറ്റീവ് വഴി നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ കക്കി ഡാം ഉണ്ട്. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിനേക്കാൾ കൂടുതൽ ജലസംഭരണിയുള്ള ഡാമാണ് ഇപ്പൊ അശ്വതി പറഞ്ഞിട്ടുള്ള ഈ ഒരു കക്കി ഡാം. അവിടുത്തെ ആ ഒരു ജലം നേരിട്ട് തമിഴ്നാടിന്റെ ആ ഒരു സൈഡിൽ തമിഴ്നാട്ടിലേക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പൈപ്പ് വലിച്ചോ ഇങ്ങനെ വേണമെങ്കിൽ എത്തിക്കാൻ കഴിയും. കാരണം ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് ആണെങ്കിൽ അവിടുന്ന് ഒരു പൈപ്പ് ഇടാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ പോലും അവിടുന്ന് എന്ന് പറയുമ്പോൾ 50-100 അകത്ത് വരുന്ന കിലോമീറ്റേഴ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യില്ല. കാരണം ഈ ഒരു കരാർ പോവും. അതെ, ഈ ഒരു കരാറ് പിന്നെ പുതുക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ഈ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ഒരു കരാറ് പുതുക്കേണ്ടി വന്നാൽ അതിലെ പല നിയമങ്ങളും അതിലെ അസാധുവായിരിക്കും. അത് കിട്ടേണ്ടവർക്ക് കിട്ടാത്ത തരത്തിലുള്ള ലെവലിലേക്കാണ്. ഇത്രയും അധികം വെള്ളം വെച്ച് തമിഴ്നാട് ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറി കൃഷി, അതല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി, അവർക്ക് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു വിഷം അടിച്ചിട്ടുള്ള പച്ചക്കറി ആണെങ്കിലും നമ്മൾ പണിയെടുക്കാത്ത ആൾക്കാരാണല്ലോ, പച്ചക്കറി വാങ്ങിച്ച് അവരുണ്ടാക്കുന്ന നേട്ടം. മാത്രമല്ല തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡില് അവിടെ സൗജന്യമാണ് എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മളോ, നമ്മുടെ വെള്ളം എടുത്തിട്ടാണ് അവരവിടെ സൗജന്യം കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെ ജീവനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇപ്പൊ അവര് പറഞ്ഞ അവർക്ക് വെള്ളം വേണം. വെള്ളം ശരിയാണ്, അത്യാവശ്യമാണ്, അത്യാവശ്യ ഘടകമാണ്, ജീവിതത്തിൽ അത്യാവശ്യ ഘടകമാണ്. നമുക്ക് ജീവനാണ് ഏറ്റവും പ്രധാനം. ജീവൻ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ആളുണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. പക്ഷെ അതിന് നമുക്കൊരു ആൾട്ടർനേറ്റീവ് വേ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ ഒരു ധാരണയിലെത്തണം, അതല്ലെങ്കിൽ കേന്ദ്രം ഇടപെടണം. ഇത് രണ്ടും നടക്കുന്നില്ല. കേന്ദ്രത്തിനോട് ചോദിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയം ഒന്നല്ലേ, അപ്പൊ ഇതിലെന്തുകൊണ്ട് ചേരുന്നില്ല, അവരോട് പോയി ചോദിക്കൂ, അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പൊ ഇവിടുത്തെ വോട്ട് വേണമെന്നെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ എന്താണ്? ഇപ്പൊ ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് സുപ്രീം കോടതിയിൽ വെച്ചിട്ടുള്ള ആ ഒരു അപ്പീലിനെ ഈ നമ്മുടെ കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും തുണച്ചാൽ മാത്രം മതി ഈ മുല്ലപ്പെരിയാർ വിഷയം ഇവിടെ അവസാനിക്കാൻ. തീർച്ചയായിട്ടും അവരതിനൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആർക്ക് വേണ്ടേ, എന്തിനു വേണ്ടേ? നമ്മുടെ ജീവന് ഇതിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ജീവന്റെ കാര്യമാണ്. നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒത്തിരി ഏകദേശം 500-ൽ പരം ജനങ്ങൾ മരണപ്പെട്ടു പോയിട്ട് അല്ലെങ്കിൽ കാണാതായിട്ട് അധിക ദിവസമായിട്ടില്ല, 10-15 ദിവസം. വയനാട് മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ തന്നെ അങ്ങനെയാണ്. ആ ഒരു ആഘാതം പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു ഏരിയ അങ്ങനെയാണ്. അപ്പൊ നമുക്കൊന്നില്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന പറയുമ്പോൾ ഒരു അലേർട്ടും തരാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ. അതെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് മറ്റത് കാലാവസ്ഥാ വകുപ്പിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുന്നറിയിപ്പ് തരാൻ കഴിയും. മഴ വരുന്നുണ്ട്, ഇന്ന ഡാം തുറക്കാൻ പോകണമെന്നൊക്കെ പറയും. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് മുന്നറിയിപ്പ് തരാനോ അല്ലെങ്കിൽ നമ്മളോട് ജാഗരൂകരായി ഇരിക്കാനോ ഒന്നും ആരും പറയില്ല. പിന്നെ നിങ്ങൾ ഇതിനെ തടുക്കുന്നവരും അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെതിരെ സംസാരിക്കുന്നവരും ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഒലിച്ചു പോകാൻ കാത്തിരിക്കുന്നത്, നിങ്ങളും കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മറക്കരുത്. നമ്മുടെ കുടുംബമാണ് കേരളം മൊത്തം ഒലിച്ചു പോകാൻ. ഇത് ഒലിച്ചു പോകില്ല എന്ന് പറയുന്നവര് പറയുന്നത് ഇത് ഗ്രാവിറ്റി ഡാം ആണ്. ഇപ്പോ എർത്തിന്റെ, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ആ കരിങ്കല്ല് ഒരിക്കലും അവിടെ അനങ്ങില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ഡാം ഇത്രേക്കാളും നിന്നില്ലേ, ഇനി നിക്കില്ല എന്താണ് ഇത്ര സംശയം? ഇത് എല്ലാ പ്രാവശ്യം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഇപ്പൊ ഇത് പറയുന്ന ജനങ്ങളിലേക്ക് ഒരു ഭീതി പടർത്താനാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അശ്വതിയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തെങ്കിലും ഈ ഒരു ഇതിപ്പോ കാലാവർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവര് തന്നെ പറഞ്ഞ പോലെ ഇത് കുത്തിപ്പൊക്കാണ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഭീതി,
ജനകമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അതിന് വല്ല ടെസ്റ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചിട്ട് എന്തെങ്കിലും റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ആകെ ഉണ്ടായിട്ടുണ്ടോ? വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടാണ്. അത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുറച്ച് സിവിൽ എഞ്ചിനീയേഴ്സും എല്ലാം ചേർന്നിട്ടാണ്. സിവിൽ എഞ്ചിനീയേഴ്സ് ആണോ ഡാമിന്റെ കാര്യം പരിശോധിക്കുന്നത്? അതിലാണ് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞത് സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അത് കുറച്ചധികം ടെക്നീഷ്യൻസ്, അതല്ലെങ്കിൽ വെള്ളത്തിനെ കുറിച്ച് പഠിക്കുന്നവർ വേണം, അല്ലെങ്കിൽ റിലയബിൾ സയൻസ് അതിനെപ്പറ്റി അറിയുന്നവർ കൂടെ വേണം. അങ്ങനെ ഒരുപാട് പേര് ചേർന്നതാണ് ആ ഒരു ഡാം എഞ്ചിനീയറിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെപ്പറ്റി നമുക്ക് ഗൂഗിൾ ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവും സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അത് മാത്രമല്ല അശ്വതി, നമ്മളെക്കാളും ഒത്തിരി ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ ഒരു 10% പോലും നമ്മൾ ഇതുവരെയും ആയിട്ടില്ല. എന്നിരുന്നാൽ അവിടെ ഉണ്ടായ ഇതുപോലെയുള്ള ഡാം തകർച്ചകൾക്ക് ഇപ്പോഴും അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ വെറും 10% പോലും ഇല്ലാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ. ഇന്ത്യയിൽ മൊത്തം 36ഓളം ഡാമുകൾ തകർന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരെണ്ണം കൂടി എന്ന രീതിയിലാണോ കേന്ദ്ര സർക്കാർ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ തകർന്ന ഡാമുകളെക്കാൾ എല്ലാം ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ. കാരണം ഓൾ വേൾഡില് നടന്നിട്ടുള്ള സർവേ, UN യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്നിട്ടുള്ള സർവേ പ്രകാരം ഏറ്റവും അധികം ത്രെഡ്ഫുൾ ആയിട്ടുള്ള ഡാമുകളിൽ 6 എണ്ണമാണ്. അതിലൊന്നാണ് മുല്ലപ്പെരിയാർ. അപ്പൊ അത്രയധികം ഭീഷണിയുള്ള ഒരു ഡാം നമ്മുടെ രാജ്യത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സർക്കാരുകൾ, കേന്ദ്രമായാലും കേരളമായാലും, ഇപ്പൊ ഇത് ബാധിച്ചിരിക്കുന്ന തമിഴ്നാട് സർക്കാർ ആയാലും, അവർക്ക് കുറച്ചെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഒരു ആശങ്ക അവരും കാണിക്കേണ്ടതല്ലേ? ഒട്ടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻസ് ആണെങ്കിലും, ഇപ്പൊ ഈ ഇടുക്കിക്കാര് എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഒട്ടും കണ്ണില്ലാത്ത രീതിയിലുള്ളൊരു, കണ്ണി ചോരയില്ലാത്ത തരത്തിലുള്ള ഒരു റിപ്ലൈ ആണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്ത്. കേരളം എന്താ പറയുന്നത്? എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും സുപ്രീം കോടതി കയറി ഇറങ്ങുന്നു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത് തമിഴ്നാട് സർക്കാരിന്റെ കയ്യിലാണ്. എല്ലാ പ്രാവശ്യവും ആ കോടതിയിൽ ജയിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് കുറെ പേര് പറയുന്നത് തമിഴ്നാട് എല്ലാ പ്രാവശ്യം സുപ്രീം കോടതി ജയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ശരി ഇത് പൊട്ടില്ല എന്നല്ലേ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആ ഒരു പഴയ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, ആകെ അത് മാത്രമാണ് ഒരു മുതൽക്കൂട്ടുള്ളത്. പക്ഷെ അതിന്റെ മേലെ ഇനിയും കടിച്ചു തൂങ്ങുക എന്നുള്ളത് ഒട്ടും ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല, പ്രാക്ടിക്കൽ ആയ ഒരു കാര്യമല്ല. അതിനനുസരിച്ചുള്ള പിന്നെ എക്യുപ്മെന്റ്സ് വരുത്തിയിട്ട് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നടന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു റിമോട്ട് കൺട്രോളിംഗ് ഡിവൈസ് വെച്ചിട്ട് ഇതിന്റെ ബേസ്മെന്റിൽ ഒരു വട്ടം ആണ് ഒരു ഡിവൈസ് ഇറക്കിയിട്ട് നോക്കിയിട്ടുള്ളത്. അതിൽ തന്നെ വിള്ളലുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ചെയ്തു എന്നോ എവിടെയും പറയുന്നില്ല. അപ്പൊ ആകെ നടന്നിട്ടുള്ള ഒരൊറ്റ എംബോർഡ് റിപ്പോർട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അതിനുശേഷമാണെങ്കിലും പിന്നെ കാര്യമായിട്ട് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല, കാര്യമായ ഒരു നടപടിയും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് അഡ്വക്കേറ്റ് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിനോട് കൂടുതൽ സംശയം തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അല്ലെ. നമുക്കെതിരെ ഇവരെങ്ങാനും കളിക്കുന്നുണ്ടോ, ഇതിപ്പോ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ഏത് പ്രസ്ഥാനമായിക്കോട്ടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടിയല്ലേ എന്നുള്ള ഒരു തോന്നല് ഇവിടുന്നാണ് നമുക്ക്. കേരളം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയം കളിക്കാൻ വരും നമ്മളും എല്ലാവരും. അതെ തീർച്ചയായിട്ടും. കേരളം തന്നെ മടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാലം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ കാര്യങ്ങളെല്ലാം. അശ്വതി, മുല്ലയാറും പെരിയാറും സംഗമിച്ചിട്ടുള്ള മുല്ലപ്പെരിയാറിലെ ആ ഒരു വെള്ളം എത്തിച്ചേരേണ്ടത് അറബിക്കടലിലോട്ടാണ്. അതിനെ മാറ്റി ഇപ്പോ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ ഉള്ളത്. എന്ന് തന്നെയാണെങ്കിലും ഈ നദികൾ ഒഴുകുന്നതിന്റെ ദിശ മാറ്റി ഡാം കെട്ടി ഈ ചെയ്യുന്നത് പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഇങ്ങനെ റിയോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞതിനെ വിളിക്കുന്നുണ്ട്. കാരണം അതിലെ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് 84ഓളം വരുന്ന ഡാമുകളുണ്ട്. അപ്പൊ ഇത്രയധികം ഡാമുകൾ ഉള്ളിടത്ത്
ഈ പോകുന്ന നദികളെല്ലാം ശരിക്കും ആ പ്രകൃതി അങ്ങനെ നദി പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന റീജിയൻസിനെല്ലാം അതിന് ഗുണം കിട്ടുന്നതാണ്. അത് ലഭിക്കാത്ത രീതിയിലും നമ്മൾ വഴി തിരിച്ചു വിടുമ്പോൾ പ്രകൃതിക്ക് മനസ്സിലാവില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അത് പല രീതിയിലും നമ്മളോട് അതിന്റെ സയൻസ് കാണിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രളയം വന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കി തന്നതാണ്. ശരിക്കും വെള്ളം വന്നതെല്ലാം നമ്മുടെ ജനവാസ മേഖലയിലേക്കാണെങ്കിൽ സത്യത്തിൽ നമ്മൾ അവിടുത്തെ വെള്ളം എല്ലാം വറ്റിച്ച് നമ്മൾ അവിടെ കുടിയേറി പാർത്തവരാണ്. വെള്ളത്തിന് അറിയില്ല, വെള്ളത്തിന്റെ ഒഴുകുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണിപ്പോ നമുക്ക് ഇനി മുല്ലപ്പെരിയാറിലൂടെ സംഭവിക്കാനായിട്ട് ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അശ്വതി, നമുക്ക് പ്രളയത്തെ അതിജീവിച്ച പോലെ മുല്ലപ്പെരിയാറിൽ ആ ഒരു ജലപ്രവാഹത്തെ നമുക്ക് അതിജീവിക്കാൻ നമ്മൾ ആരും ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രക്ഷാപ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കി വേണ്ടേ? അതെ, അതെല്ലാം ഒലിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇനി അങ്ങോട്ടുണ്ടാവും. മാത്രമല്ല ക്രൂഡ് ഓയിലിന്റെ ആ ഒരു പരക്കൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് കാരണം ഫുള്ളി കത്തിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല എല്ലാം എവിടേക്കാണോ പോകുന്നത് അവിടെയെല്ലാം കത്തിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. വെള്ളത്തിന്റെ ദിശ അനുസരിച്ചിട്ട് എവിടേക്ക് പോകുന്നു അവിടെ എല്ലാം കത്തിപ്പിടിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചതിന്റെ ഒരു എത്രയോ ഇരട്ടി ആണ് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും ഇനി സംഭവിക്കാനായിട്ട് ഇരിക്കുന്നത്. വയനാട്ടിനെ പോലും നമുക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇപ്പൊ ഈ 4ഉം 5ഉം ജില്ലകൾ ഒന്നിച്ചൊഴുകി പോയി തിരിച്ചൊരു സുനാമി വരുന്നതും ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ്? ഈ പറയുന്ന അധികാരികൾക്കാണെങ്കിൽ ശരി, ഫ്ലൈറ്റും ട്രെയിനൊക്കെ പിടിച്ച് അവര് വേണമെങ്കിൽ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ സാധാരണക്കാരെ എങ്ങോട്ട് ഓടും? എങ്ങോട്ട് ഓടുന്നു മനസ്സിലാവില്ല. അപ്പൊ തിരുവനന്തപുരത്തുള്ളവരും കാസർഗോഡുള്ളവരൊക്കെ രക്ഷപ്പെടുന്നു പറയും. പക്ഷെ അതും പോസിബിൾ അല്ല. ഈ നേരത്തെ പറഞ്ഞ കണക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം കത്തിപ്പിടിക്കുമ്പോ എവിടേക്കാണോ പോയത് അവിടേക്ക് കത്തിപ്പിടിക്കും. മാധവ് ഗാഡ്ഗെ റിപ്പോർട്ടില് വെസ്റ്റേൺ ഘട്ട് എത്രമാത്രം ഈ മണ്ണിടിച്ചില് ഈ ഒരു സംഭവം ഉണ്ടാകാൻ മാത്രം കാരണം ഉള്ള ഒരു സ്ഥലമാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മുണ്ടകൈ ഉണ്ടായത് അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സാധ്യതയുള്ള മേഖലയാണ്. ഇതെല്ലാം നമ്മൾ അന്ന് ലൈവ് പോയിരുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ നമ്മളെ അറിയിക്കുകയുണ്ടായി. നമ്മളത് ഇവിടെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് പറയുകയും ഉണ്ടായി. അതിനുശേഷം ഏകദേശം 1 മാസമായിട്ടുള്ളൂ. ഇന്ന് വളരെ വേദനയോടെ പറയട്ടെ, ഞങ്ങളിൽ അവരെ പലരെയും ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വളരെ വിഷമത്തോടെ ഞങ്ങളത് നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പലരുടെ നമ്പറും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ്, ഒരു സോങ്ങിന്റെ ഭാഗമായിട്ട് ഷൂട്ടിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ സാർ അടക്കമുള്ള ടീമാണ് അന്ന് അവിടെ, ഷാജി സാർ അടക്കമുള്ള ടീമാണ് അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. സാറ് അടക്കം ആ ലൈവിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇന്ന് അതിൽ പലരും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേദനയാണ്. പക്ഷെ ഇനി മുല്ലപ്പെരിയാർ വരുന്ന സിറ്റുവേഷനിൽ വേദനിക്കാൻ പോലും നമ്മളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ വെസ്റ്റേൺ ഘട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ പറയുന്ന മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഘട്ട് ഏരിയയിലാണ്. അതെ അതെ. അപ്പൊ അവിടെ വരുന്ന ഈ ഇത്തരം ലാൻഡ് സ്ലൈഡ്, ഭൂകമ്പങ്ങൾ, ഇപ്പൊ തന്നെ 100ഓളം വരുന്ന ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ അകത്ത് നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രമാത്രമാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനൽസ് ശ്രദ്ധ നൽകിയിട്ടുള്ളത്? ഇപ്പോ ശിരൂരും അവിടെ ഇവിടെയും പോയി നിന്നിട്ട് അർജുനെ കൊണ്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്ന റിപ്പോർട്ടേഴ്സ് ഒക്കെ നമുക്കുണ്ട്. ഇങ്ങനത്തെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്രയധികം ഭീഷണിയുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രമാണ് ഇത്തരം ചാനൽസ് മുന്നോട്ട് കൊടുത്തിട്ടുള്ളത്? കാരണം ഈ വരുന്ന 100ഓളം പ്രകമ്പനങ്ങള് നമുക്ക് തരുന്ന സയൻസ് ആണ്. ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പ്രകൃതി തരുന്ന ചിഹ്നങ്ങളായിട്ട് നമ്മൾ കാണാതെ നമ്മള് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. മുന്നോട്ട് എത്ര ദൂരം പോകുന്നുള്ളത് പ്രകൃതി തന്നെ ഒരു ഭൂകമ്പത്തിന് താങ്ങാനുള്ള ശക്തി ഒരിക്കലും മുല്ലപ്പെരിയാറിനില്ല. ആ ഒരു ചെറിയ പ്രകമ്പനം മതി അത് പൊട്ടി പുറത്തേക്ക് വരാൻ. അതോടുകൂടി തന്നെ നമ്മളെല്ലാവരും ഇല്ലാണ്ടാവാനും അധിക സമയം വേണ്ട. 2018 തോന്നുന്നു അല്ലെ, 130 അടിയോളം 126ന്റെ അപ്പുറം അടിയോളം വെള്ളം പൊങ്ങിയതിന് ശേഷം നമ്മുടെ എല്ലാ മാവലാതികൾക്ക്
ഒടുവിൽ അവരൊരു 2-3 അത് 3 അടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ. നമ്മുടെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടാണ് അതെ അതെ അത് അത് കുറച്ചിട്ടുള്ളത്. കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോ 2018 ശേഷം നമുക്ക് നല്ല ധാരാളം മഴ ലഭിക്കുകയും അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത്. കാലാവസ്ഥ വ്യതിയാനം കാരണം മഴ വളരെയധികം കൂടുതലാണ്. മേഘവിസ്ഫോടനങ്ങൾ അധികമായിട്ടുണ്ട്. മറ്റേത് അതെ അതെ നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തൊക്കെ ആയിരുന്നു കൂടുതലും മേഘവിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആ. അത് മാറിയിട്ട് നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് കേരളം എന്ന് പറയുമ്പോൾ ഈ വെസ്റ്റേൺ ഘട്ട് കാരണം ഒരു സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു കാലാവസ്ഥ അല്ലല്ലോ മറ്റാരുടെയും. തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കാൻ ഗോഡ്സ് ഓൺ കാരണം കൺട്രി എന്ന് വിളിക്കാൻ തന്നെ കാരണം അതായിരുന്നു. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. നമ്മുടെ വയസ്സായ ആൾക്കാർ ഇടയ്ക്ക് വീട്ടിലിരുന്ന് പറയും കാലം തെറ്റി പെയ്ത മഴ അതെ. എന്നൊക്കെ പറയും. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒത്തിരി ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലുണ്ടായ ദുരന്തങ്ങൾക്ക് കണക്കില്ല അല്ലെ? പ്രകൃതി നമ്മളെ തിരിച്ചടിക്കുന്നതാണ്. നമ്മൾ അതെ. കൊടുക്കുന്ന പ്രകമ്പനങ്ങൾ തിരിച്ചു തരുന്നതാണ് അതെല്ലാം. അപ്പൊ മുല്ലപ്പെരിയാർ ഒരിക്കലും അങ്ങനെ ഒരു തിരിച്ചടി ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാനേ കഴിയുള്ളൂ. പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. മാത്രമല്ല നിങ്ങളടക്കമുള്ള ഈ ഒരു വീഡിയോ കാണുന്ന ഒത്തിരി പ്രേക്ഷകർ ഞങ്ങൾക്കുണ്ട്. കുറച്ച് അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, ഒത്തിരി പ്രേക്ഷകർ ഞങ്ങൾക്കുണ്ട്. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഉന്നമനത്തിന് അദ്ദേഹത്തിന്റെ കൂടെ സുപ്രീം കോടതി അതെ കൊടുത്തിട്ടുള്ള ആ ഒരു അപേക്ഷയ്ക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ആ ഒരു കയ്യൊപ്പ് കൂടി അതിൽ ഉണ്ടാവണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളിൽ പറയാനുള്ളത്. ഓരോരുത്തർക്കും രാഷ്ട്രീയമായിട്ടും അല്ലാതെയും എല്ലാം സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം. അത് സ്വാധീനം ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ പ്രളയം വന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന കേരളീയരാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൂടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നല്ല അറിവുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും അപേക്ഷിക്കുന്നു.